അസ്സലാമു ഇത് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഹീറ്റർ ഫിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ വെക്കേഷൻ സമയത്ത്, അതായത് ക്രിസ്മസ് വെക്കേഷനിൽ ഫ്രീ ആയതുകൊണ്ട് അവരെ ഹീറ്റർ സർവീസിങ്, ഹോം അപ്ലയൻസ് സർവീസിങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഹീറ്റർ, മോട്ടർ, അതുപോലെ തന്നെ പിന്നെ എല്ലാ ഹോം അപ്ലയൻസും, ഇലക്ട്രിക്കൽ അപ്ലയൻസ് വളരെ സിമ്പിളായിട്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അതിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹീറ്റർ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിലുണ്ടാവാം മെയിനായിട്ട് ഇതാണ് നൈലോൺ കണക്ഷൻ ഉണ്ടാവും, ഇതിൻ്റെ കൂടെ വരും. എല്ലാ കമ്പനിയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഹീറ്റർ, പിന്നെ അതുപോലെ തന്നെ ക്ലാമ്പാണിത്. ഇതിന് ഉപയോഗിക്കുന്നത് പിന്നെ രണ്ട് ഈ സാധനങ്ങളാണ്. ഇത് നമ്മുടെ NRV ആണ്. NRV എന്ന് പറഞ്ഞാൽ നോൺ റിട്ടേൺ വാൾവ്. പ്രത്യേകം പറഞ്ഞാൽ കഴിഞ്ഞാൽ താഴേക്ക് വെള്ളം ഇറങ്ങില്ല. നോൺ റിട്ടേൺ വാൾവ് ആ ഒരു NRV എന്ന സാധനം ഇതാണ്. ഇത് ഹീറ്ററിന്റെ സേഫ്റ്റി കൊടുക്കുന്നതാണ്. ഇൻ കേസ് ലൈനിൽ മൊത്തം വെള്ളം, ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഹീറ്ററിൽ 5 ലിറ്ററിലാണെങ്കിൽ 5 ലിറ്റർ വെള്ളം സ്റ്റോക്ക് ഉണ്ടാവും. ആ വെള്ളം ലൈനിലേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ ആ സമയത്ത് ഹീറ്റർ ഓൺ ആക്കുകയാണെങ്കിൽ ഹീറ്റർ കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ റിട്ടേൺ വാൾവ് കൊടുക്കുന്നത്. ഇത് ഉള്ള ഹീറ്ററിന് ഇത് ഉണ്ടായിരുന്ന കമ്പൽസറിയായിട്ട് നോൺ റിട്ടേൺ വാൾവ് ഫിറ്റ് ആക്കുന്നത് വേണം. ഇതിന് ഫിറ്റ് ആക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഹീറ്ററിന്റെ പിന്നെ റെഡ് ലൈനും കാണാം, ബ്ലൂവും കാണാം. റെഡ് എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ വരുന്നതാണ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ കോൾഡ് വാട്ടർ തണുത്ത വെള്ളം നോക്കുന്നതാണ്. ഇത് ഇൻലെറ്റും കാണാം, ഔട്ട്ലെറ്റും കാണാം. അതായത് ഹീറ്ററിലേക്ക് പോകുന്ന ഭാഗത്തിന് പറയാം ഇൻലെറ്റ് എന്നും, ഹീറ്ററിന് പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് ഔട്ട്ലെറ്റ് എന്ന് പറയാം. സാധാരണ അതിൽ ഹീറ്റർ കണക്ട് ചെയ്യുന്നത് ഇത് ഇൻലെറ്റ് ആണ്. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, ഇത് ചുറ്റുമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ചുറ്റും കണ്ടാൽ പെട്ടെന്ന് സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഈ രീതിയിൽ പിടിക്കണം. ഈ രീതിയിൽ പിടിച്ചാൽ ഇത് ചുറ്റും ബുദ്ധിമുട്ടായിരിക്കും. ഈ രീതിയിൽ പിടിക്കുക. ഇത് നേരെ ഒരു റൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവും. ഉണ്ടാ, ഇത് ലോക്കായി കഴിഞ്ഞാൽ വലിച്ചാൽ വരില്ല. ഒറ്റ അല്ലെങ്കിൽ ഇത് ലോക്കായി കഴിഞ്ഞാൽ, അതായത് ഈ ടാപ്പ് ഇതിന്റെ മേലെ കൂടി കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ഓവറായി ലോക്കായി വലിച്ചാൽ വരില്ല. പിന്നെ ഇതാ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇത് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഫീസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഒരു ചെറിയ സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുക്കും. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ പഠിപ്പിച്ചു കൊടുക്കും. ഫീസും കാര്യങ്ങളും ഇല്ല. മാത്രമല്ല സ്റ്റൈപ്പൻഡ് പോലെ നിശ്ചിത പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഹീറ്റർ സർവീസ് തന്നെയാണ്. ഹീറ്റർ സർവീസിംഗ് നേരെ സൈറ്റിൽ പോകും. വിദ്യാർത്ഥികൾക്ക് നേരെ ഹീറ്റർ വെച്ചു കൊടുക്കുക, അത് പഠിപ്പിക്കുക. അല്ലാതെ ഫീസ് മേടിച്ചിട്ടില്ല പഠിപ്പിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇതാണ് ഇതിന്റെ പിന്നെ ക്ലിപ്പ് വരുന്നത്. ഈ ക്ലിപ്പ് ഇവിടെയാണ് ജോയിന്റ് ആയി വരുന്നത്. അപ്പൊ ഇതിന്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ അളവെടുക്കൽ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് ഓവറായി കഴിഞ്ഞാൽ ആംഗിൾ കോൾ എത്തില്ല. താണു പോയി കഴിഞ്ഞാൽ ആംഗിൾ കോൾ ഫിറ്റ് ആക്കാൻ പറ്റില്ല. സൈഡിലേക്ക് പോകും, റൈറ്റും ലെഫ്റ്റിലേക്കും പോകും. കറക്റ്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇത് ഇവിടത്തേക്കുള്ള അളവ് നോക്കുക. ഇതിപ്പോ ഒരു പെൻസില് 2 പെൻസില് ഉണ്ടാ, ഇവിടെ വരെ എത്തി. ഇതിനെക്കാട്ടും കുറച്ചുകൂടി എത്തിക്കാം, കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം ഇതിനെക്കാട്ടും ഒരു 3 പെൻസില് ദൂരം മേലോട്ട് പൊന്തിക്കണം, അടുത്ത ആംഗുലർ പോക്കുമായിട്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത്രയായി കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, നേരെ സൈഡിലേക്ക് പോവാം. 3 നമ്മള് ഇവിടെ എന്ത് ചെയ്യാം, കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നു. ഈ പ്ലഗ് കണ്ട, ഈ പ്ലഗ് കുടുങ്ങി പോകരുത്. ഇത് നേരെ മേലെ വന്നു കഴിഞ്ഞാൽ പ്ലഗ് ഉള്ളിലേക്ക് പോകും. അപ്പൊ നമ്മള് നേരെ ഈ സൈഡിലേക്ക് മാറ്റുന്നത് കുറച്ച് ഹൈറ്റ് ആക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം കണ്ട 1